The proposal had significant drawbacks, so she was angry dash my decision to accept it. ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്കറിയാം ആംഗ്രി എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് അറ്റ് ഉപയോഗിക്കാം, വിത്ത് ഉപയോഗിക്കാം. എപ്പോഴാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുക, എപ്പോഴാണ് വിത്ത് ഉപയോഗിക്കുക? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വിത്ത് ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കണം? ഡാഷിന് ശേഷം വ്യക്തികളാണ് വരുന്നതെങ്കിൽ, പേഴ്സൺസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ വിത്ത് ഉപയോഗിക്കണം. ആംഗ്രി വിത്ത് സമ്മൺ, ആരോടെങ്കിലും നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് ആംഗ്രി വിത്ത് എന്ന് പറയാം. എന്നാൽ ആംഗ്രി അറ്റ് സംതിങ്, വ്യക്തികളോടല്ല, മറിച്ച് ഏതെങ്കിലും കാര്യത്തിനാണ് നമ്മൾ ദേഷ്യം വരുന്നതെങ്കിൽ അവിടെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇവിടെ മൈ ഡിസിഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു വ്യക്തിയല്ല, ഒരു പേഴ്സൺ അല്ല, തിങ്ങാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ആംഗ്രി അറ്റ് നമുക്ക് ഉപയോഗിക്കാം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്.